വാലന്റൈൻസ് ഡേ ആയാലും ഓണം ആയാലും ക്രിസ്മസ് ആയാലും എന്ത് സെലിബ്രേഷൻ ആയാലും ഫുഡ് തന്നെ മുഖ്യം. അപ്പം രാവിലെ കുറച്ച് മധുരക്കിഴങ്ങ് പുഴുങ്ങിയതും അതിൻ്റെ കൂടെ തൈര് ചമ്മന്തിയായിരുന്നു ഞാൻ കഴിച്ചത്. ഞങ്ങളുടെ നാട്ടിൽ ഇതിന് മധുരക്കിഴങ്ങ് എന്നാണ് പറയുന്നത്, ഇംഗ്ലീഷിൽ സ്വീറ്റ് പൊട്ടറ്റോ എന്ന് പറയും. നിങ്ങളുടെ അവിടെ എന്തുവാണ് പറയുന്നതെന്ന് കമൻറ്റ് ചെയ്യണേ. അതിൻ്റെ കൂടെ ഞാൻ കുറച്ച് കട്ടൻ കാപ്പി കുടിച്ചു. ഞാൻ യൂഷ്വലി അങ്ങനെ കാപ്പി കുടിക്കുന്ന ഏർപ്പാടില്ല. പിന്നെ ഇങ്ങനെ കിഴങ്ങ് വർഗ്ഗങ്ങളുടെ കൂടെയും കപ്പയുടെ കൂടെയൊക്കെ എനിക്ക് കാപ്പി ഇഷ്ടമാണേ. കുറച്ച് കഴിഞ്ഞ് ഒരു 10 മണിയൊക്കെ ആയിക്കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ ചോക്ലേറ്റ് കുക്കീസ് കഴിച്ചു. ഇവിടെ ഡയറി മിൽക്ക് അങ്ങനത്തെ ഐറ്റംസ് ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഇതുകൊണ്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തേ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് വീണ്ടും വിശന്നു. അപ്പം ഞാൻ അമ്മയൊന്നും ശല്യം ചെയ്യാതെ സ്വന്തമായിട്ടൊരു ഓംലെറ്റ് ഉണ്ടാക്കി കഴിച്ചു. എനിക്ക് ഇങ്ങനെ ഓംലെറ്റ് ഉണ്ടാക്കുന്നതാണ് ഇഷ്ടം. കുരുമുളക് പൊടി ഉപ്പും മാത്രം ഇട്ട് ഇങ്ങനെ കഴിക്കാനാണ് എനിക്കിഷ്ടം. അപ്പോൾ അത് കഴിഞ്ഞൊരു 1 മണിയൊക്കെ ആയപ്പോഴത്തേനും ലഞ്ചിൻ്റെ സമയമായി. ഇന്ന് മാങ്ങാക്കറിയും പിന്നെ ചിക്കൻ്റെ ലെഗ് ഫ്രൈ ചെയ്തതായിരുന്നു വാലന്റൈൻസ് ഡേ സ്പെഷ്യൽ ലഞ്ച്. പിന്നെ 4 മണിക്ക് നമ്മൾ വീട്ടിലുണ്ടാക്കിയ പിസ്സയാണ് കഴിച്ചത്. ഇത് അമൂലിൻ്റെ പിസ്സ ക്രസ്റ്റ് വാങ്ങിച്ച് ചെയ്തതാണ്. ഇത് അടിപൊളിയായിരുന്നു. ചോക്ലേറ്റ് ഇല്ലാതെ എന്ത് വാലന്റൈൻസ് ഡേ അല്ലേ. അപ്പം ഇന്നത്തെ ദിവസം എൻഡ് ചെയ്യുന്നത് ഒരു ചോക്ലേറ്റ് കോൺ കഴിച്ചുകൊണ്ടാണേ. അപ്പം ഇതൊക്കെയായിരുന്നു ഇന്നത്തെ സ്പെഷ്യൽ. നിങ്ങളുടെ വാലന്റൈൻസ് ഡേ എങ്ങനെയായിരുന്നു കമൻറ്റ് ചെയ്യണേ.